അതായത് ഡോക്ടർ ആയിഷ മുഹമ്മദിൻ്റെയും ഡോക്ടർ അലിയുടെയും ചർച്ച കുറച്ച് ദിവസമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കേണ്ട. അലിയുടെ ഭാഗം ഇതുവരെ ആരും കേട്ടിട്ടില്ല. അപ്പോൾ അലിയോട് സംസാരിച്ച് എന്ന് പറയുന്ന ഒരു വ്യക്തി സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് കേട്ടോ ഞാനിവിടെ വെക്കുന്നത്. ആയിഷ മുഹമ്മദിന്റെ ഭർത്താവ് അലിയുമായിട്ട് ഞാൻ ഇന്നലെ സംസാരിച്ചു. ഏകദേശം അരമണിക്കൂറോളാണ് സംസാരിച്ചത്. അപ്പോൾ അവരുടെ ഭാഗം കൂടി പറയണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ആയി വന്നത് പൊന്നു പ്രേക്ഷകരെ. അതായത് അയാൾ പറഞ്ഞത് 2013 ഇവരുടെ വിവാഹം നടക്കുന്നത്. അതൊരു പ്രണയ വിവാഹമായിരുന്നു. അലിയുടെ ഫാമിലി ഈ ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്നാണ് അലിയുടെ ഫാമിലി അന്ന് പറഞ്ഞത്. അപ്പോൾ അലി പറയുകയാണ്, എനക്ക് ആയിഷയെ ഇഷ്ടം, എനക്ക് ആയിഷയല്ലാതെ വേറൊരു പെണ്ണ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന അലി വിവാഹം അതായത് ഈ പറയുന്ന ആയിഷയുമായിട്ട് വിവാഹം നടത്തുന്നു. ഒരു കാര്യം വ്യക്തമായി, ഇവരുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ളത് അലി സമ്മതിച്ചു എന്ന് ഇയാൾ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആയിഷയെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തുന്നത് കണ്ടു. നിങ്ങൾ ഒളിച്ചോടി ഇസ്ലാമിക മതത്തെ കരിതേച്ചുകൊണ്ട് വിവാഹം കഴിച്ചവരല്ലേ. പിന്നെ വേറൊക്കെ കുറേ എനിക്ക് ഇവിടെ പറയാൻ അറക്കുന്ന കുറേ വേർഡ്സുകളൊക്കെ പറയുന്നത് കേട്ടു. അപ്പം അലിയുടെ വീട്ടുകാരാണ് പങ്കെടുക്കാതിരുന്നത്. ഇവരുടെ വിവാഹം കഴിഞ്ഞ് ഇവരുടെ വീട്ടുകാരും കുറച്ചു പേരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ആ വിവാഹ ഫോട്ടോയിൽ തന്നെ ആയിഷയുടെ ഉമ്മയുടെ ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടതാണ് ആ കല്യാണ ഫോട്ടോയിൽ. അപ്പം ഇവരുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോൾ അലിയും സമ്മതിച്ചു. അന്ന് അലിയെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. ഓക്കെ, എന്നേക്കുമായിട്ട് അലി അന്ന് ആ ഒരു വീട്ടിൽ നിന്ന് പുറത്തായി. ഈ ഒരു വിവാഹത്തിൽ നിന്ന് അലിയുടെ ഫാമിലിയിൽ നിന്ന് ആരും പങ്കെടുത്തിട്ടില്ല. അലിയും അലിയുടെ കുറച്ചോ ഫ്രണ്ട്സും ആണ് ഈ ഒരു കല്യാണത്തിന് പങ്കെടുത്തത്. നേരെ മറിച്ചിട്ട് ആയിഷയുടെ കുടുംബത്തിൽ നിന്ന് കുറെ പേര് വന്നു എന്നാണ് പറയുന്നത്. ഇത് അലി എന്നോട് പറഞ്ഞതാണ്. സംസാരിച്ച കോൾ റെക്കോർഡ് ഉണ്ട്, അത് ഞാൻ വെക്കുന്നില്ല, അനുമതിയില്ല. അലി പറഞ്ഞിട്ടുണ്ട് വെക്കണ്ടെന്ന്, കാരണം കേസ് കോടതിയിൽ നടക്കുന്നത് കൊണ്ട്. ഓക്കെ, അതിനുശേഷം അലിയോട് ഞാൻ ചോദിച്ചു, 100 പവനും 15 ലക്ഷവും നിങ്ങൾ മുക്കിയെന്നാണ് നിങ്ങളുടെ ഭാര്യ പറയുന്നത്. അതിനുള്ള ഉത്തരം അലി എന്നോട് പറഞ്ഞത്, ഇവളെ പഠിപ്പിച്ചത് ഞാനാണ്, പഠിപ്പിച്ച കടം നിലവിൽ 20 ലക്ഷം രൂപ ലോൺ എടുത്ത EMI നിലവിൽ ഞാൻ കെട്ടുന്നുണ്ട്, അത് അങ്ങനെയൊക്കെ ചെലവായി എന്നാണ്. പിന്നെ 100 പവന് മൊത്തത്തിൽ ഉണ്ടോ എന്ന് അലിക്കും സംശയമുണ്ട്. ഇത് അലിയാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ, പിന്നെ ഈ പറയുന്ന കുട്ടിയെ എന്തുകൊണ്ടാണ് അലിയെ നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് അലിയോട് ഞാൻ ചോദിച്ചു. അപ്പം 100 പവനോളം വിവാഹ സമ്മാനമായി ഈ സ്ത്രീയുടെ വീട്ടുകാർ കൊടുത്തു എന്ന് അലി തന്നെ സമ്മതിക്കുന്നുണ്ട്. പിന്നെ ഈ സ്ത്രീയെ 20 ലക്ഷത്തോളം കൊടുത്ത് പഠിപ്പിച്ചതും ഇദ്ദേഹമാണ് എന്നും ഇയാൾ പറയുന്നുണ്ട്. ഇവർ തമ്മിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ. ഇത് സാമ്പത്തിക ഇടപാടുകളൊക്കെ കോടതിയിൽ നിന്ന് തീർക്കട്ടെ, ഇവർ പറഞ്ഞു തീർക്കട്ടെ, തെളിവുകളും കാര്യങ്ങളൊക്കെ ഇവരെ കയ്യിലുണ്ടാവുമല്ലോ. ഓക്കെ, അലി എന്നോട് പറയുന്നത് എല്ലാ മാസവും 10,000 രൂപ, അതായത് 10,000 രൂപ വെച്ചിട്ട് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്, ഞാൻ കുട്ടിയെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് ഇവര് കളവ് പറഞ്ഞതാണെന്നാണ് പറയുന്നത്. പിന്നെ അപ്പം കുട്ടിക്കുള്ള ഒരു പണം ഇയാൾ അയക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് വലിയ കാര്യമൊന്നുമല്ല, അത് നിങ്ങളെ കടമയാണ്. പക്ഷേ അങ്ങനെ കിട്ടിയിട്ടും ഇല്ല എന്ന് പറയുന്നത് മോശമാണ്. ഡോക്ടറായ ആയിഷ അദ്ദേഹം തരുന്നുണ്ടെങ്കിൽ കുഞ്ഞിനും ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞത് വളരെ മോശമാണ്. അത് നിങ്ങൾ ആരാണ് കള്ളം പറയുന്നത് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അലി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എന്നെ ആ ഒരു വീട്ടിൽ നിന്ന് പണ്ടേ പുറത്താക്കിയതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, മഹല്ല് കമ്മിറ്റി എന്തുകൊണ്ടാണ്, പള്ളി കമ്മിറ്റി എന്തുകൊണ്ട് ഇടപെടുന്നില്ല? അപ്പൊ പറഞ്ഞു, സ്വന്തം ബാപ്പ പോലും എന്നോട് സംസാരിക്കുന്നില്ല, പിന്നെയല്ലേ മഹല്ല് കമ്മിറ്റി എന്നാണ് ഈ പറയുന്ന അലി പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നം നടന്നിട്ട് 5-6 വർഷം, അതായത് ഇവർ തമ്മിൽ ഒരു കണക്ഷനും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വേറൊരു പെണ്ണിനെ വിവാഹം നടത്തിയത് എന്നാണ് അലി പറയുന്നത്. ഇതാണ് അലിയുടെ ഭാഗം. അലി ആ പറഞ്ഞത് ശരിയായില്ല. കാരണം 5 വർഷത്തോളം യാതൊരു ബന്ധവുമില്ലായിരുന്ന നിങ്ങളെ ഭാര്യ, പക്ഷെ അത് ബന്ധമില്ലെങ്കിലും നിങ്ങളെ ഭാര്യ തന്നെയാണ്. ഒന്നെങ്കിൽ നിങ്ങൾ അവരെ മൊഴി ചൊല്ലിയതിന് ശേഷം വിവാഹം കഴിക്കണമായിരുന്നു. അതല്ലെങ്കിൽ അതിനിടയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇതൊന്നും ചെയ്യാതെ 5 വർഷമായി ഞാനും അവളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഞാനൊരു വിവാഹം കഴിക്കട്ടെ എന്ന ഒരു തീരുമാനമാണ് നിങ്ങളെ കൊടുക്കാൻ കാരണം. നിങ്ങൾ ഒരു പക്ഷേ മൊഴി ചൊല്ലിയതിന് ശേഷം അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു പറഞ്ഞ് സെറ്റിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് സമാധാനപരമായിട്ടൊരു വിവാഹം കഴിച്ചാൽ മതിയായിരുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ.